ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ കൂട്ടുകാരി അവിടെ ഹസ്ബൻഡും കുട്ടിയൊക്കെ ആയിട്ട് ഇടുക്കിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ അമ്മയാണെന്നുണ്ടെങ്കിൽ ദുബായിൽ നിന്ന് വരുവാണ് ഗൈസ്, ദുബായിൽ നിന്ന്. അപ്പം ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണേ. അപ്പം ഇതാണ് ഗൈസ് എൻ്റെ കൂട്ടുകാരി. അപ്പം നേരത്തെ ഇവിടെ അമ്മ പോകാൻ നേരത്തും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിന്നിട്ടൊക്കെ ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടി നേരെ നമ്മുടെ എയർപോർട്ടിലേക്ക് പോവുകയാണ് ഗൈസ്, നെടുമ്പാശ്ശേരിയിലേക്ക്. അങ്ങനെ സുന്ദരി മണിയാണെന്നുണ്ടെങ്കിൽ കുട്ടി നല്ല രസമായിട്ടോ. ഇവളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് 6ാം മാസം വരെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഡെലിവറി ഒക്കെ ആയിട്ടാണ് കേട്ടോ അവൾ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവർ ഇടുക്കി തന്നെയാണ്, അവനിപ്പോൾ ജോലി അവിടെ തന്നെയാണ്. നേരത്തെ അവൻ എറണാകുളമായിരുന്നു കേട്ടോ ജോലി. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നതൊക്കെ. എന്താണേലും കുഞ്ഞ് ഭയങ്കര രസമാണ് കേട്ടോ. അവിടെ കാര്യം കരച്ചിലോ അങ്ങനെയൊന്നുമില്ല, അവൾക്ക് സമയത്ത് ഫുഡ് കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ അവൾ നല്ല സുന്ദരി മണിയായിട്ട് ഇരിക്കുന്നുണ്ട്. കയ്യിൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വലിയ ഒച്ചയും ബഹളമൊന്നുമില്ല. ഇതിപ്പോൾ അവർ കാറിൽ പോകുന്ന കണ്ടിട്ടേ അവളെ ഇട്ടിട്ട് പോവുകയാണോ എന്ന് ഓർത്തിങ്ങനെ വിഷമിച്ച് നോക്കുവാണ് സുന്ദരിയെ. അങ്ങനെ ഞങ്ങളത് പോവുകയാണ്. അമ്മയൊക്കെ മറ്റേ വണ്ടി വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഫുൾ ടാങ്കിൽ പെട്രോളൊക്കെ അടിച്ച് അതാ പൈസയൊക്കെ കൊടുക്കുന്നത് ഞങ്ങളുടെ സുന്ദരിമണിയാണ് കേട്ടോ. അങ്ങനെ അവരുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ 8 മണിക്കാണ് റീച്ചിങ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടുന്ന് എയർപോർട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറേ സമയം വെയിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പതുക്കെയായിട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് നമ്മുടെ ആ ഒരു എയർപോർട്ടിൻ്റെയൊക്കെ ആ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ, കാലടിക്കൊക്കെ വണ്ടി പോകുന്നത്, അവിടെ ഇറങ്ങിയിട്ട് നമുക്കൊരു ചായയൊക്കെ കുടിച്ച് അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരുടെ അമ്മ അവിടെ ഇറങ്ങി കഴിയുമ്പോൾ നമ്മളെ കോൾ ചെയ്യുമല്ലോ. അപ്പോൾ അതുവരെ ഇങ്ങനെ പോസ്റ്റായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു. എൻ്റെ കൂട്ടുകാരി ആണെന്നുണ്ടെങ്കിൽ എയർപോർട്ടിലായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പോൾ അവളിപ്പോൾ കല്യാണം കഴിഞ്ഞ് ട്രിവാൻഡ്രം പോയോണ്ട് വേറൊരു വഴിയില്ല ഗൈസ്. ഞാൻ ഇവിടെ എത്തിയപ്പോൾ അവളെ ഇങ്ങനെ വല്ലാണ്ട് മിസ് ചെയ്തു. അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോൾ വന്നാലും അവളെ കാണാൻ വേണ്ടി അവളെ ഫ്ലാറ്റിലോട്ടൊക്കെ പോകുന്നതായിരുന്നു. അപ്പം അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. അവളെ വല്ലാണ്ട് മിസ് ചെയ്ത് എന്താണേലും. ഞങ്ങൾ മറ്റേ ഫ്ലൈറ്റൊക്കെ താഴ്ന്ന സ്ഥലമുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ രാത്രിയിൽ കാണാനൊക്കെ പോവുകയും എടുക്കുകയൊക്കെ ചെയ്തു. എൻ്റെ വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോസൊക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതാ അവർ അമ്മ വിളിച്ചു. അതുകൊണ്ട് ചായയൊക്കെ പകുതിക്ക് ഇട്ടിട്ട് ഞങ്ങൾ ഓടുവാണ്. നേരെ ഞങ്ങളിനി സ്പീഡിൽ പോയി അമ്മ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇനി അമ്മയെ പോയി പിക്ക് ചെയ്യണം. അതൊക്കെയാണ്. അമ്മയൊക്കെ അപ്പോഴത്തേക്ക് അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങനെ 100 രൂപ കൊടുക്കണം അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ, വെറുതെ പൈസ കൊടുക്കണ്ടല്ലോ. അങ്ങനെ അമ്മയൊക്കെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തു. ഞങ്ങളപ്പം പോയി അമ്മയെ പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം അവരുടെ അമ്മ പെട്ടെന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അമ്മയുടെ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കും. അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് വന്നത്. ഇപ്പോൾ പോയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6 മാസം 7 മാസം ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വല്യമ്മയ്ക്ക് തീരെ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ലീവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുവാണ്. ഞങ്ങൾ കയറിയ ടെർമിനലിൽ കൂടെ അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ പോസ്റ്റായിപ്പോയി. കാരണം കുറേ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വന്ന പോലെ തന്നെ തിരിച്ച് പോയിട്ട് വേണം കയറാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾക്കൊരു പണി കിട്ടി ഗൈസ്, ഒന്നും പറയണ്ട. ലാസ്റ്റ് അവസാനം വീണ്ടും ഞങ്ങൾ അതാ എത്തിയിട്ടുണ്ട്. അവരുടെ അമ്മ ഇപ്പം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. വണ്ടി കയറുന്ന അവിടെ വരെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, പാവം. അങ്ങനെ നമ്മളതാ അകത്തേക്ക് കയറുകയാണ്. കണ്ടോ രാത്രിയിലെ ആ ഒരു വ്യൂ കണ്ടോ, നല്ല രസമില്ലേ കാണാൻ വേണ്ടി. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സൂപ്പർ വൈബാട്ടോ. നൈറ്റത്തെ വ്യൂ ആണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മളതാ അമ്മയെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പം എത്തും. ഇത് കഴിഞ്ഞിട്ട് നേരെ ഇനിയും 4 മണിക്കൂർ ട്രാവലുണ്ട്. ഇവിടെ എറണാകുളത്ത് നിന്ന് എങ്ങനെയാണല്ലോ ഒരു 4 മണിക്കൂർ ട്രാവലുണ്ടല്ലോ ഇടുക്കി വരെ. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതാ അവരുടെ അമ്മയാണ് ഗൈസ് ഇരിക്കുന്നത്. ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട്. ആദ്യം എത്ര സമയമുള്ളായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു ആശാത്തിക്ക്. പിന്നെ അങ്ങ് സെറ്റായി ഗൈസ്. കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ അവളെ എടുത്ത് പിന്നെ അങ്ങ് ഓക്കെ ആയി. ഇനി നമ്മൾ നേരെ ഇനിയും പോവുകയാണ് ഗൈസ്. ഇവിടുന്ന് കട്ടപ്പന വരെ എനിക്ക് തോന്നുന്നു ഒരു 3.5-4 മണിക്കൂർ ഇനി ട്രാവൽ ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ നേരെ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് പോകാമെന്ന് വിചാരിച്ചു. അമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞങ്ങൾ നേരെ ഇനി പോവുകയാണ് ഗൈസ്. അമ്മയാണെന്നുണ്ടെങ്കിൽ പോയ സമയത്ത് വല്ലാതൊക്കെ ഇരിക്കുകയായിരുന്നു. ഇപ്പം വരുന്ന സമയത്ത് നല്ല സൂപ്പറായിട്ടാട്ടോ വന്നത്. നല്ലോണം വെളുത്തെന്നൊക്കെ തോന്നുന്നു എനിക്ക്. നല്ല രസമായി കേട്ടോ വന്നപ്പം. അങ്ങനെ ഇനി നമ്മൾ നേരെ അമ്മയും പിക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ് ഗൈസ്. അപ്പം നമ്മൾക്ക് നേരെ ഇനി പുറത്ത് നിന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് ഗൈസ് നമ്മുടെ എയർപോർട്ടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെയാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്.
സൂപ്പറല്ലേ, നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളതാ പുറത്തിറങ്ങിയപ്പോൾ അമ്മയൊക്കെ കണ്ടു. ഇനിയിപ്പം നേരെ ഞങ്ങൾ ഒരുമിച്ച് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണല്ലോ അമ്മ വന്നത്. അതുകൊണ്ട് പിന്നെ പകുതി വഴിക്ക് ഞങ്ങൾ ചായ ഇട്ടിട്ട് ഓടുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പേര് ചായയൊക്കെ കുടിക്കാം എന്നൊക്കെ വിചാരിച്ച്. ഇവിടെ ഒന്നും വണ്ടി നിർത്താൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഫുൾ അവിടെ എല്ലാം ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയപ്പോൾ തന്നെ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വിടാൻ വേണ്ടി അവർ ഭയങ്കര സീനാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെന്താ പിന്നെ നേരെ നമ്മുടെ ആ ഒരു നമ്മുടെ പ്ലം ട്രീ ഇല്ലേ, അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ വണ്ടിയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്ഥലം കിട്ടി. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി ഉസാർ കട്ടൻ അല്ല ഉസാർ കീ കട്ടൻ നമ്മൾ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അത് ആ ബ്രെഡിൻ്റെ ഒരു പുതിയൊരു സാധനം, ബ്രെഡിൻ്റെ അകത്ത് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് അത് ഞാനിതുവരെ കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് അതുകൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു കേക്ക് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ചായയൊക്കെ ഇവർ വലുതായിട്ടുമില്ല, കട്ടിക്കൊന്നും കഴിക്കാൻ തീർന്നില്ല. ഞങ്ങൾ ഓൾമോസ്റ്റ് വീട്ടിൽ നിന്ന് അമ്മയുടെ ചോറും പിന്നെ മാങ്ങ കറിയും പിന്നെ എന്തായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറും അതും ഇതൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ അമ്മയോട് ചോദിച്ചപ്പം അമ്മ അവിടുന്ന് വന്നപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, സ്നാക്സ് എന്തെങ്കിലും മതി, പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നേരെ ഞങ്ങൾ കട്ടനൊക്കെ ഓർഡർ ചെയ്ത്. അതാ നല്ല സൂപ്പർ കട്ടനായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറേ വെറൈറ്റി കുറേ എന്താണ് എന്താ പത്തിരി ഉണ്ടായിരുന്നു, കട്ട്ലേറ്റ്, സുഗിയന്, പിന്നെ കേക്ക്, സമൂസ അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് കേക്കും പിന്നെ ബ്രെഡിൻ്റെ അകത്ത് ഫില്ലിങ് വരുന്ന ഒരു സാധനം, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. അങ്ങനെ അതൊക്കെ വാങ്ങി. അത് എയർപോർട്ടിൽ ഇവിടെ നല്ല തിരക്കും കേട്ടോ. എപ്പോൾ ഇവിടെ വന്നാലും ഫുൾ ഓണാണ് കേട്ടോ. ഫുൾ ആളും പേരും ബഹളവുമാണ് ഇവിടെ. അങ്ങനെ അതൊക്കെ കുടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു ഗൈസ്. കണ്ട ഹരിയാണെന്നുണ്ടെങ്കിൽ കൊച്ചിനെ കൊഞ്ചിക്കുന്ന കണ്ട കുഞ്ഞുവാവേനെ. അവളെല്ലാവരുടെ വരും കേട്ടോ. അതുകൊണ്ട് നല്ല രസമായിരുന്നു. എല്ലാവരും സാധാരണ ചില പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ അവർ അമ്മയുടെ അടുത്തല്ലാതെ വേറെ അടുത്തും പോകില്ലല്ലോ. പക്ഷെ ഇവൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആരെടുത്ത് വേണമെങ്കിലും അവൾ നിന്നോളും. കരച്ചിലോ ബഹളമൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അമ്മ വന്നതല്ലേ ഉള്ളൂ വെച്ചാൽ എല്ലാവർക്കും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ അമ്മയുടെ മുഖം ഇരിക്കുന്നുണ്ടോ വല്ലാതെ. രാവിലെ തൊട്ടേ അമ്മയ്ക്ക് വയ്യായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അവരുടെ അമ്മ പിക്ക് ചെയ്യാൻ പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ എന്നാൽ ശരി നമുക്ക് ഒരുമിച്ച് പോകാം. പോയപ്പോൾ കൊണ്ടുവിടാൻ നേരത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ആയിരുന്നു കൊണ്ടുവിട്ടത്. അപ്പോൾ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയും നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ അമ്മയും കൂടെ വന്നതാണ്. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഗൈസ്. ഇന്ന് നല്ല ദിവസമായിരുന്നു. രാവിലെ തൊട്ടേ കൊച്ചിൻ്റെ കൂടെ ആയതുകൊണ്ട് വേറൊരു വൈബായിരുന്നു. അമ്മയുടെ അടുത്താണെങ്കിൽ ആരുടെ അവൾ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ ബ്രെഡിൻ്റെ ആ ഒരു ചെറുതായിട്ട് മുറിച്ച് അവൾക്ക് കൊടുക്കുമായിരുന്നു കേട്ടോ. നല്ല കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അവളെ. ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അമ്മ ആദ്യം കേക്ക് വാങ്ങിച്ചിട്ട് അവൾക്ക് കൊടുത്തപ്പോൾ അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ ബ്രെഡിൻ്റെ ആ ഒരു ഇത് കൊടുത്തപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കണ്ട ചൂടോടെ അവർ ഉണ്ടാക്കിയിടുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ എന്താ പറയുക, ഈ മസാല ദോശയ്ക്കകത്ത് ഫില്ലിങ് ഇല്ലേ, കിഴങ്ങും അതും ഇതുമൊക്കെ, അതിൻ്റെ അകത്തെ ഫില്ലിങ് പോലെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ഞങ്ങൾ കുറേ എണ്ണം വാങ്ങിച്ചു കഴിച്ചു കേട്ടോ. അത് തന്നെ നല്ല ചൂടുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് തോന്നി. അങ്ങനെ ഞങ്ങളെല്ലാവരും 2 എണ്ണം വെച്ചൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ നല്ലൊരു ദിവസം അങ്ങനെ കടന്നു പോയി ഗൈസ്. ഇനിയിപ്പോൾ അവരുടെ അമ്മ 1 മാസത്തോളം ഇവിടെ ഉണ്ടാവും, എന്നിട്ടേ പോകുന്നുള്ളൂ. അവർ അമ്മമ്മയ്ക്കൊക്കെ വയ്യാതൊക്കെ ഇരിക്കുകയല്ലേ. അപ്പോൾ ഇനി പെട്ടെന്ന് 1 മന്ത് ലീവ് എടുത്ത് വന്നായതുകൊണ്ട് 1 മാസം ഇവിടെ ഉണ്ടാവും ഗൈസ്. അപ്പോൾ ഞങ്ങൾ അടുത്ത മാസം കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്, 1 വയസ്സാവുക. അപ്പോൾ ഞങ്ങൾ കട്ടപ്പന പോകുന്നുണ്ട്. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് ഇടാമെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവുകയാണ് ഗൈസ്. സുന്ദരിയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അയ്യോ, അവൾ ഇത്രയും സമയവും ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ എൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ ഇരുന്നത്. അപ്പോൾ എനിക്ക് അവളെ വല്ലാണ്ട് മിസ് ചെയ്തു ഗൈസ്. എന്തോ ഒരു പെട്ടെന്ന് പോയപ്പോൾ അങ്ങ് എന്തോ ഒരു വിഷമമൊക്കെ ആയി. പിന്നെ ഞങ്ങൾ കുറേ സമയം അവിടെ നിന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം എൻ്റെ കൂട്ടുകാരിയെ കാണാൻ പറ്റി. അവരോട് കുറേ നേരം രാവിലെ തൊട്ടേ കുറേ നേരം സംസാരിക്കാനും എടുക്കാനും ഒക്കെ പറ്റി. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഈ സാധനത്തിനെ ആട്ടോ, കുഞ്ഞുവാവേനെയാണ്. ഇനിയിപ്പം അവിടെ ബർത്ത്ഡേക്ക് പോകുമ്പോൾ കാണാമെന്നൊക്കെ വിചാരിക്കുന്നു ഗൈസ്. അപ്പം നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് സുന്ദരിമണി. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, സീ യു.
പോകുന്ന വഴിക്ക് ഞങ്ങളാണെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ പോയത്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അമ്മയുടെ മാങ്ങാക്കറി കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മയുടെ മാങ്ങാക്കറിയും മത്തങ്ങാക്കറിയൊക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ വേറെ ഒന്നും പുറത്തുനിന്ന് മേടിക്കത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കട്ടിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നതൊക്കെയാണ്. ഇന്ന് ഞാൻ ചായയിൽ ഒതുക്കിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ കറിയൊക്കെ കൂട്ടി ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ പോവുകയാണ് ഗൈസ്. അപ്പം ഞങ്ങളുടെ ഈ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളങ്ങനെ നേരെ പോട്ടെ ഗൈസ്. രാത്രി എനിക്ക് തോന്നുന്നു അവരുടെ അമ്മ വന്നപ്പോൾ തന്നെ 8:30 പിന്നെ 9-10 മണി വരെ ഞങ്ങൾ ചുമ്മാ സംസാരിച്ചൊക്കെ ഇരുന്ന് ഞങ്ങളിനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. പിന്നെ നല്ലൊരു ദിവസമായിരുന്നു, നല്ല സൂപ്പർ ദിവസമായിരുന്നു ഗൈസ്. ഇങ്ങനെ വീട്ടിലെത്തി ടാറ്റാ.